ബിഗ് ബോസ് സീസൺ 7 മലയാളം 28 എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇന്ന് ഹൗസിൽ 5 വൈൽഡ് കാർഡുകൾ വന്നു. സീരിയൽ നടൻ ജിഷി, മസ്താനി, വേദലക്ഷ്മി, സാബുമാൻ, പ്രവീൺ എന്നിവരായിരുന്നു. അവർ വന്നപ്പോൾ ഹൗസിലുള്ളവർ കൈയടിച്ചൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. വേദലക്ഷ്മിയും ജിഷിനും മസ്താനിയൊക്കെ ഇന്ന് കുറേ ഗെയിമൊക്കെ കളിക്കാൻ നോക്കിയിട്ടുണ്ട്. വിജയിക്കുമോ എന്ന് കണ്ടറിയണം. ഇതുവരെ വെറുതെ ഇരിക്കുന്ന രേണുവിനെ ചൊറിഞ്ഞ് കളിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് മസ്താനി. രേണുവിന് പോസിറ്റീവ് ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. മസ്താനിയുടെ പ്രകോപനത്തിൽ രേണുസതി സംസാരിക്കുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ ഉണർത്തി പണി മേടിച്ചു കൂട്ടാൻ ശ്രമിക്കുകയാണ് മസ്താനി. ജിഷിമും അനീഷും തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട്. അതിനിടയ്ക്ക് കിച്ചൻ്റെ അടുത്ത് വെച്ച് ഉറക്കെ സംസാരിക്കേണ്ടെന്ന് ജിഷൻ അനീഷിനോട് പറയുന്നു. ഞാൻ ഇവിടെ തന്നെ നിന്ന് സംസാരിക്കും, വേണമെങ്കിൽ എന്നെ ഇവിടെ നിന്ന് മാറ്റിക്കോളെന്ന് അനീഷ്. ലക്ഷ്മിയും അനീഷിനെ ചൊറിയുന്നുണ്ട്. കണ്ടറിയോ അനീഷിന്റെ അടുത്ത് വിജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അക്ബറിനിട്ടും അപ്പാനിക്കിട്ടുമൊക്കെ അവർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. വൈൽഡ് കാർഡിന് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ഇതാണ്. അവിടുത്തെ ഗ്രൂപ്പിസത്തെ പറ്റി സംസാരിക്കാനും ആരാണ് ഗ്രൂപ്പിസത്തിന്റെ നേതാവെന്നും ഗ്രൂപ്പിലാണ് താനും എന്നാൽ ഗ്രൂപ്പിലല്ലാത്ത രീതിയിൽ നടക്കുന്നവരെ പറ്റിയും ഒരു ഗുണമില്ലാത്തവരെ പറ്റിയും പറയാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുന്നു. അക്ബറിനെ പറ്റിയും അപ്പാനെ പറ്റിയുമാണ് ഗ്രൂപ്പിന്റെ നേതാക്കൾ എന്ന രീതിയിൽ അവർ കൂടുതൽ പറയുന്നത്. ഷാനവാസും പെടും അതിൽ. ഗ്രൂപ്പുകൾ പൊളിക്കാൻ തുടങ്ങിയ മറ്റൊരു ഗ്രൂപ്പിന്റെ നേതാവ്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഗ്രൂപ്പുകൾ പുറത്ത് നെഗറ്റീവ് ആണെന്നുള്ള സത്യം അക്ബറും അപ്പാനും ഒന്നും മനസ്സിലാക്കുന്നില്ല. ഒരു ഗുണവുമില്ലാത്ത ആളുകളിൽ ശൈത്യയും രണയൊക്കെ പെടുന്നുണ്ട്. രേണുസുതിയും. നെവിന്റെ പേര് മാത്രം ആരും പറഞ്ഞില്ല. അതുകൊണ്ട് നെവിന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു. അവരെ വെൽക്കം ചെയ്യാനും ബിഗ് ബോസിൽ അവരുടെ എതിരാളികൾ ആരൊക്കെ ആവാമെന്നും പുറത്ത് കളി കണ്ടതുപോലെയല്ല ഇവിടെ കളിക്കുമ്പോൾ. നെവിൻ എല്ലാം നല്ലതായി തന്നെ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. ജിഷിമിന്റെ എതിരാളി അനീഷ് ആയിരിക്കുമെന്നും പ്രവീണിന്റെ എതിരാളി ഷാനവാസ് ആയിരിക്കുമെന്നും സാബുമാന്റെ എതിരാളി ഞാൻ തന്നെ ആയിരിക്കുമെന്നും കുറെ ക്യൂട്ട്നെസ് ഇടാൻ സാബുമാൻ ശ്രമിക്കുന്നുണ്ടെന്നും എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്നും അത് എനിക്ക് പ്രശ്നമാകുമെന്നും അത് ഞാൻ തടയുമെന്നും നെവിൻ പറയുന്നു. ക്യൂട്ട്നെസ് കൂടുതലുള്ളതുകൊണ്ട് മസ്താനിയുടെ എതിരാളി അനുമോളായിരിക്കുമെന്നും പറയുന്നു. ലക്ഷ്മിയുടെ എതിരാളി നൂറയായിരിക്കുമെന്നും. നൂറ ഇപ്പോൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നോമിനേഷനിൽ വന്നപ്പോൾ മുതലാണ് നൂറ സംസാരിക്കാൻ തുടങ്ങിയതെന്നും അതുകൊണ്ട് ലക്ഷ്മിയുടെ എതിരാളി നൂറയാകാൻ ചാൻസുമുണ്ടെന്നും നെവിൻ പറയുന്നു. ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കിൽ ബിന്നിയും നെവിനും രണ ഫാത്തിമയുമാണ് മത്സരിച്ചത്. ബിന്നി രണയുടെ ഒരു കാലും രണ നെവിന്റെയും നെവിൻ ബിന്നിയുടെയും ഒരു കാലുകൾ അഴിക്കാനാവാത്ത വിധം കെട്ടിയിടുക. നിശ്ചിത സമയത്തിനുള്ളിൽ അവരവരുടെ കാലുകളിലെ കെട്ടുകൾ പെട്ടെന്ന് അഴിച്ചു കഴിയുന്ന ആളായിരിക്കും പുതിയ ക്യാപ്റ്റൻ. അങ്ങനെ ആ ടാസ്കിൽ നെവിൻ ജയിച്ചു. അങ്ങനെ നെവിൻ പുതിയ ക്യാപ്റ്റനായി തീർന്നു. അടുത്ത ആഴ്ചത്തെ നോമിനേഷനിലേക്ക് കഴിഞ്ഞ ആഴ്ചത്തെ മുഴുവൻ ആൾക്കാരും പിന്നെ മോഹൻലാൽ ശിക്ഷിച്ച അനുമോളും ജിസയിലും കൂടാതെ 6 വോട്ടുകളുടെ അനീഷ്, 6 വോട്ടുകളുടെ അക്ബർ, 7 വോട്ടുകളുടെ ഷൈത്യയും ഷാനവാസും രണ ഫാത്തിമയും, 9 വോട്ടുകളുടെ അപ്പാനി ശരത്തും. ചുരുക്കി പറഞ്ഞാൽ നെവിനൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഇത്തവണ നോമിനേഷനിൽ വന്നു. നൂറയും രണയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്നും ഉണ്ടായിരുന്നു. നൂറയുടെ പ്രകോപനത്തിനൊടുവിൽ രണ കരയുന്നു. പിന്നെ അവർ തമ്മിൽ ആശ്വസിപ്പിക്കുന്നു. രണ സോറി പറയുന്നു. രണയുടെ സോറി നൂറ അക്സെപ്റ്റ് ചെയ്തതിൽ ആദിലയ്ക്ക് പരിഭവമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം അപ്പാനെ ആദിലയെ ചീത്ത വിളിച്ചപ്പോൾ രണ നോക്കി ചിരിച്ചു നിന്നു. അത് ആദിലയ്ക്ക് ഇഷ്ടമായില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം മോഹൻലാൽ പറഞ്ഞതനുസരിച്ച് ജിസയിലും അനുവും ജയിലിൽ കിടക്കുന്നു. അനു ആദ്യം സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ജിസയിൽ മുൻകൈ എടുത്ത് അനുവും ജിസയിലും തമ്മിൽ സംസാരിക്കുന്നു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ രണ്ടുപേരും തമ്മിൽ ചിരിയും കളിയും. അനു ബിഗ് ബോസിനോട് പറയുന്നു, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളെല്ലാം തീർന്നു, ഞങ്ങളെ തുറന്നു വിടണമെന്ന്. ജിസയിലോടും പറയാൻ പറയുന്നു. ജിസയിലും പറയുന്നു. ജിസയിലിന്റെ മേത്ത് വെച്ചിരിക്കുന്ന അനുവിന്റെ ഫോട്ടോയിലുള്ള ടാഗിൽ ഉമ്മ വെച്ചിട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നുവെന്ന് ജിസയിൽ പറയുന്നു. അതിനിടയ്ക്ക് ആദിലയും നൂറയും തമ്മിൽ സംസാരിക്കുന്നു. രണയ്ക്ക് സോറി കൊടുത്തതിൽ ആദിലയ്ക്ക് എതിർപ്പുണ്ട്. നൂറ നോമിനേഷനിൽ വന്നതിൽ പിന്നെ നല്ല മാറ്റമുണ്ട്. മറ്റുള്ളവരെ ട്രിഗർ ചെയ്യിപ്പിക്കാൻ മുൻകൂട്ടി ഇറങ്ങുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഒരു പ്രാന്തിയെപ്പോലെ. ഞാൻ വിധവയല്ല എന്ന് രേണുസുതി. എന്റെ ഭർത്താവ് മരിച്ചിട്ടുമില്ലെന്ന് രേണുസുതി. സുധിയെ മക്കളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഇവിടെ വന്നതെന്ന് രേണുസുതി. സുധിയേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ ഇവിടെ വന്നത്, എന്നിട്ടാണ് ഇപ്പോൾ മക്കളെ ഏൽപ്പിച്ചിട്ടാണെന്ന്. മസ്താനി രേണുസുതിയെ പ്രകോപിപ്പിക്കുന്നു. സുധി എന്ന് വിളിച്ചപ്പോൾ സുധി എന്ന് വിളിക്കരുതെന്ന് രേണു. അപ്പോൾ മസ്താനി രേഷ്മ പി തങ്കച്ചെന്ന്. യെസ് അങ്ങനെ വിളിച്ചു പറയുന്നെന്ന് രേണുസുതി. 1-2 ആഴ്ചകൾക്കുള്ളിൽ പോകേണ്ട രേണുവിനെ മസ്താനിയൊക്കെ കൂടി ഉയർത്തിക്കൊണ്ട് വരുമെന്ന് തോന്നുന്നു. ഗെയിം കളിക്കാനാണോ അതോ രേണുവിനെ കൊണ്ട് ഗെയിം കളിപ്പിക്കാനാണോ അവർ വന്നത്? ഇത്തവണത്തെ വൈൽഡ് കാർഡ് ഒന്നും പോയെന്ന് അക്ബർ. വൈൽഡ് കാർഡുകൾ വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ? ഒരാഴ്ച കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. അനീഷിന്റെ പ്രതിരോധങ്ങൾ അവർ തകർക്കുമോ? അനുവിന്റെ കരച്ചിലാണിപ്പട്ടം തെറിക്കുമോ? അക്ബറും അപ്പാനിയും ഷാനവാസുമൊക്കെ ഒതുങ്ങുമോ? നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളുടെ പേരുകൾ കമന്റ് ചെയ്യാമോ?